നമ്മുടെ വിളംബരത്തിൻ്റെ നാട് വേലുത്തമ്പിയുടെ മാത്രമല്ല, അത് കഥകളിയുടെ കൂടെ നാടാണ്. കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ആചാര്യനാണ്. എങ്കിൽ പോലും കുണ്ടറയ്ക്ക് വിളംബര നാടിന് കഥകളിയുമായി വലിയ ബന്ധമുണ്ട്. അത് ഒരു സംഘം ചെറുപ്പക്കാർ, ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന കലാമണ്ഡലം ശശി കുണ്ടറയാണ്. കാരണം കുട്ടിക്കാലം മുതൽ എനിക്ക് വന്ന ആ വർഷത്തിലൊരു 63 കാലഘട്ടത്തിലൊക്കെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ പോയി കളരി അഭ്യസിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര മനസ്സിൻ്റെ ഒരു കലയോടുള്ള അതിനുള്ളൊരു ആർത്തി എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടാൻ വലിയ പാടാണ്. സർവീസിലായിരിക്കുമ്പോൾ പോലും അതിനുവേണ്ടി വലിയ ത്യാഗം സഹിച്ച് ഇപ്പോൾ ഇത് വീടിൻ്റെ ഭാഗമായിട്ടാണ് കഥകളി യോഗത്തിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നത്. സത്യത്തിൽ ഇതിനകത്തുള്ള ഇത്തരം കലാകാരന്മാർ അവരുടെ ഇതിനാവശ്യമായ വസ്ത്രങ്ങളും മറ്റേതും ഒക്കെ കിരീടങ്ങളും ഒക്കെ ഇവർ തന്നെയാണ് നിർമ്മിക്കുന്നത്. അത്തരത്തിൽ പോലും വലിയ ഒരു കലാകൗശലത്തിൻ്റെ ഉടമകളാണ് ഇവരൊക്കെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം അദ്ദേഹത്തിന് ജോലി ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു വിട്ടുതന്നെയായിരുന്നു. പക്ഷേ ജോലി ഇല്ലാതെ കലയോട് സ്നേഹം കാണുന്ന ഒത്തിരി കഥകളി കലാകാരന്മാരുണ്ട്. ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ പോലും ഈ കഥകളി ഒരു വലിയ സംസ്കാരമായി നമ്മുടെ നാട്ടിൽ മാറണം. പ്രത്യേകിച്ച് ഇനിയെങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം കുണ്ടറയിലെങ്കിലും ഇതിൻ്റെ ഒരു പുനർജനനം വേണം. പുതിയ തലമുറയിൽ ഈ കഥകളി ഒന്ന് അഭ്യസിപ്പിക്കുക. കളരി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ പരിശീലിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ കഥകളിയിൽ ഇവരുടെ ഉഴിച്ചിലും മറ്റു ബുദ്ധിമുട്ടും. ശരീരം വളരെ കൃത്യമായിട്ട് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ, മണിക്കൂറുകളോളം അരമണ്ഡലം പോലുള്ള ആ അവസ്ഥയിലിരിക്കാനൊക്കെ കഴിയുമെന്ന് പറഞ്ഞാൽ വളരെ അധ്വാനമുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എത്ര നമിച്ചാലും, ഇതുപോലുള്ള കലാകാരന്മാരെ എത്ര നമിച്ചാലും നമുക്ക് മനസ്സിലാകത്തില്ല. ഞാനിങ്ങനെ വാല് കടിച്ച് തുളയ്ക്കുകയല്ല, കാരണം നമുക്ക് കൃത്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാനുള്ളത് നമ്മുടെ ശശി ആശാൻ്റെ കയ്യിൽ നിന്നാണ്. നമുക്ക് അദ്ദേഹത്തോട് മാത്രം ചോദിക്കാം, അദ്ദേഹം കഥകളിയിലേക്ക് നമ്മൾ വരാൻ എങ്ങനെയാണ് നമ്മൾ വന്നത്? കുട്ടിക്കാലം മുതൽ കഥകളിയുള്ള സ്നേഹം കഥകളി അഭ്യസിച്ച് തുടങ്ങിയത് ചവറ മുകുന്ദപുരം ക്ഷേത്രത്തിലാണ്. അച്ഛൻ്റെ നാട് അവിടെയാണ്. അങ്ങനെ കലാമണ്ഡലത്തിൽ പോകുന്നതിന് കഥകളി പൂരുവഴി ഗോപാലുള്ള ആശാൻ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് അവിടെ ഞങ്ങൾ 8-10 കുട്ടികൾ പഠിച്ച് അവിടെ അരങ്ങേറി. അവിടെ നാട്ടിലൊക്കെ എല്ലാവർക്കും വലിയ മതിപ്പും കാര്യങ്ങളും ചൊല്ലിയാട്ടം എന്ന് പറയുന്ന സമ്പ്രദായത്തോടു കൂടി ഇങ്ങനെ 2-3 വർഷം ഇങ്ങനെ അങ്ങ് പോയി. അതിനുശേഷമാണ് കലാമണ്ഡലത്തിലേക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തി, അതിൽ കിട്ടി. അങ്ങനെ അവിടെ ഒരു 4 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മരണമായി. കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ അതിൽ ഫെയിലായി. പിന്നെ നിന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോയി. അങ്ങനെയാണ് അവിടെ ഞാൻ കൂട്ടുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടെ വന്ന നാട്ടിലൊക്കെ വേഷം കിട്ടി. ഗുരു ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി കഥകളിക്ക് അഭ്യസിച്ച്. ആ കൂട്ടത്തിലാണ് കൊട്ടാരം കഥകളി നടൻ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഏറ്റവും ലാസ്റ്റിൽ അവിടുത്തെ ശ്രീകാര്യമാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ ഈ 10 ദിവസം ഇത് മാസം തോറും 6 മാസം കൂടുമ്പോൾ ഒരിക്കലുണ്ട്. അങ്ങനെ അതിൻ്റെ പേയ്മെൻറ്റുമൊക്കെ ദൈവം ആശാനുമായിട്ട് കൂടി അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ പോകുമ്പോഴാണ് തൊഴിലില്ലെന്നൊരു പ്രശ്നമല്ലേ, ജീവിതം ശരിയാകത്തില്ല. അങ്ങനെയാണ് ഈ BSNL വർക്കിന് കയറുന്നത്. അങ്ങനെ ആ ടെസ്റ്റിൽ പാസ്സായി കുട്ടിയത്ത് ജോലിയായി പോസ്റ്റിങ് കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ കൊല്ലം ക്ലബ്ബ് രൂപീകൃതമായി. അവിടെ പരിപാടിക്ക് ഇങ്ങനെ പോവുകയും ഞങ്ങളെല്ലാവരും സഹകരിച്ച് പോവുകയും അവിടെ ട്രൂപ്പ് ഉണ്ടായി. ആ ട്രൂപ്പിൽ പ്രവർത്തിക്കുകയും പരിപാടിക്ക് പോവുകയും ഒക്കെ ചെയ്യുക, ജോലിക്ക് പോകുമ്പോൾ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കൂടി റിട്ടയർഡായപ്പോൾ കളിയോഗം എടുക്കണമെന്ന് തോന്നി. അങ്ങനെ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരകമായിട്ടുണ്ടായിരുന്ന കളിയോഗം കൊച്ചിയിൽ ഒരു പാർട്ടി കൊണ്ടുപോയി. അവിടുന്ന് നമ്മൾ മേടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇളമ്പള്ളൂർ ശ്രീ ദുർഗാദേവി കഥകളി ട്രൂപ്പ് എന്നുള്ള പേരിൽ നമ്മളിങ്ങനെ കൊണ്ട് നടത്തി പരിപാടി നടത്തി. ഇവിടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ ആയിരവല്ലി ക്ഷേത്രത്തിൽ ചന്ദനത്തോപ്പ് കുഴിയും അവിടെ കഥകളി കുട്ടികളെ അഭ്യസിപ്പിക്കുകയും അരങ്ങേറുകയും അവിടുത്തെ പരിപാടികളൊക്കെ നടത്തി പോയി. അങ്ങനെ മൊത്തത്തിൽ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അഭ്യസിക്കുന്നുണ്ട്, ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ കഴിഞ്ഞു കൂടുകയായിരുന്നു. റിട്ടയർഡ് ആയതിനു ശേഷമാണ് സജീവമായത്.
ആദ്യം പിന്നെ സ്റ്റേജിൽ അരങ്ങിൽ കയറുമ്പോഴത്തേക്ക് ആദ്യം അവതരിപ്പിച്ച ഈ കഥാപാത്രം ഏതായിരുന്നു ആദ്യം? അന്ന് ഞാൻ ഓർക്കുന്നു, രുക്മിണി സ്വയംവരത്തിലെ കൃഷ്ണനാണ്. അയ്യങ്കോയ്ക്കൽ ക്ഷേത്രം മുഖത്തൂരത്ത്, കോഴിക്കോട് അയ്യങ്കോയ്ക്കൽ ക്ഷേത്രത്തിൽ വെച്ചാണ്, അല്ല മാടന്നള മുഖത്തൂരത്ത് മാടന്നള ക്ഷേത്രത്തിലാണ് അരങ്ങേറിയത്. അതിനുശേഷം എല്ലായിടവും പരിപാടികളൊക്കെ പോയി അപ്പോഴാണ് കലാമണ്ഡലത്തിലോട്ട് പോകുന്നത്. മുമ്പേ ഇങ്ങനെ അരങ്ങേറിയത് കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കഥകളി പഠിച്ചിരുന്നു. അവിടെ ഗോപാലുള്ള ആശാന്റെ ശിക്ഷണത്തിലായിരുന്നു പഠിച്ചത്. അവിടെ ഞങ്ങൾ പരിപാടി നടത്തിയും സ്ഥിരമായിട്ട് ചൊല്ലിയാട്ടമാണ് ഓരോ വീട്ടിലും. നല്ല അനുമോദനമായിട്ട് എല്ലാവരും, മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഈ ബാക്ക് ലെവലിലുള്ളത് പാട്ടും മേളവും അങ്ങനെയുള്ള ആശാമാർക്ക് അവർക്കൊക്കെയുള്ള പീസുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതെല്ലാം ഓരോ വീടുകൾ, ഈ വീട്ടിലുള്ള കാരണവർ തന്നെ അതിന് തയ്യാറായി പരിപാടി നടത്തുമായിരുന്നു സ്ഥിരമായിട്ട്. ഞങ്ങൾ ആ ഏരിയ അതിൻ്റെ 4 ഭാഗവും, തെക്കും ഭാഗം, ഒത്തേവലക്കര, ചവറ, ശങ്കരമംഗലം എന്ന് വേണ്ട എല്ലാ ഭാഗങ്ങളിലും മറ്റുമുഖ കരുനാഗപ്പള്ളി വരെ പോയിട്ടുണ്ട്. അത്ര ഇതിൽ ചൊല്ലിയായിട്ട് ഒരുപാട് 2-3-4 വർഷം അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഈ ആദ്യം എത്രാമത്തെ വയസ്സിലാണ് ആദ്യം അരങ്ങേറിയത്? 12-13 വയസ്സ്. അതുകൊണ്ട് ഈ കഥകളി എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തതാണ്. അന്നേരം ആ പ്രായത്തിലൊക്കെ അരങ്ങേറണമെങ്കിൽ ഒരു 4-5 വർഷം മുമ്പെങ്കിലും കഥകളി പഠിച്ചു തുടങ്ങണം. അത് സ്വന്തം താല്പര്യമായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ എല്ലാവരും കൂടെ കൂടി പറഞ്ഞപ്പോഴും താല്പര്യമായി. അതാണ് അവിടെ ബഹുദൂരത്ത് എന്ന് പറയുമ്പോൾ ഒരു അമ്മാവൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്, വേലിപ്പിള്ള ചേട്ടൻ. അവർ രണ്ടുപേരുമാണ് അന്നത്തെ കാലത്ത് ഈ കഥകളിയോട് വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ അതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നടത്തുന്നത് ഇവര് ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ കരകളും നോക്കി കുട്ടികളെയൊക്കെ കൊള്ളാതെ അവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ ആ കൂട്ടത്തിലൊന്നും എന്നെയും കിട്ടി. അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതമായി. അപ്പോൾ KC പിള്ള എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ വൈഫ് പത്മാവതി ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ ചേച്ചി വീട്ടിൽ വന്ന് പറഞ്ഞു, ഇതുപോലെ വിളിക്കുന്നില്ലേ, കലാമണ്ഡലത്തിൽ പോവല്ലേ, അപ്പോൾ നല്ലതാണ് അതിനെ വിട്ട് അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ വേഷം കിട്ടാൻ വന്ന് ഞാൻ ഇതുപോലെ അല്ല ആയിരിക്കും അത്. അങ്ങനെ എല്ലാവരും കൂടെ സമ്മതമാക്കി അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ. അല്ലാതെ ഈ എല്ലാ വേഷവും കിട്ടിയിട്ടുണ്ടോ കഥകളിയിൽ? പ്രധാനപ്പെട്ട വേഷങ്ങൾ ഏതൊക്കെയാണ്? മിക്കവാറും ഉള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച, കത്തി, കറുത്തതാടി, വെള്ളത്താടി ഹനുമാൻ കിട്ടിയിട്ടുണ്ട്. ചുവന്നതാടി ഒരു പ്രാവശ്യം പിന്നെ ഇവിടെ നമ്മുടെ മുളങ്കാടും കൃഷ്ണത്തുകാവ് ക്ഷേത്രത്തിൽ തടിവേഷം കിട്ടുന്ന ഒരു പാർട്ടി അന്ന് വന്നില്ല. മേലാട് കേശവമ്പുരിയാണ് അതിൻ്റെ കഥകളി നടത്തുന്ന ആൾ. അന്ന് എൻ്റെ രക്ഷാകത്തിലെ വീരഭദ്രനായിരുന്നു. അത് പിന്നെ അങ്ങനെയാണ്. പിന്നെ താടി വേഷം, ഈ ചുവന്ന താടിയോട് വലിയ താല്പര്യമില്ല. മറ്റുള്ള വേഷങ്ങളൊക്കെ മിക്കവാറുള്ളത് കിട്ടിയിട്ടുണ്ട്. പച്ച, കത്തി, ഈ കരി, മിനുക്ക്, അങ്ങനെയുള്ള എല്ലാം കിട്ടും. അല്ല, എല്ലാ കഥകളും ആടിയിട്ടുണ്ടോ? മിക്കവാറുമുള്ള കഥകളൊക്കെ വേഷം കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ബാല്യവിത്ത് രാവണനെ, അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ മിക്കവാറും നമ്മൾ വേഷം കെട്ടിയിട്ടുണ്ട് എല്ലായിടും. പിന്നെ ക്ലബിൻ്റെ ആയാലും അല്ല നമ്മൾ ഈ പരിപാടി നടത്തുന്നതായാലും ഒക്കെ വേഷം, മെയിനായിട്ടുള്ള വേഷങ്ങളൊക്കെ നമ്മൾ കിട്ടും. ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം അങ്ങനെ പറയാനൊക്കത്തില്ല. വേഷം പച്ചയും കത്തിയും താടിയും കറുത്ത താടി വെള്ളത്താടി ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. കൂടുതലിഷ്ടം കെട്ടുന്നതിൽ കത്തി വേഷമാണെന്നാണ് പലരും പറയുന്നത്. നമ്മള് കണ്ടവര് പറയുന്നത്, കാഴ്ചക്കാരുടെ അഭിപ്രായത്തിൽ പച്ചയേക്കാളും നല്ലത് കത്തി വേഷമായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം. അതുകൊണ്ട് അങ്ങനെ ധരിച്ച് എല്ലാ വേഷങ്ങളും കിട്ടാറുണ്ട്. നമ്മളിതിൻ്റെ ഈ പിന്നെ കഥകളി പഠിക്കുമ്പോഴേ അതിനകത്ത് പ്രധാനപ്പെട്ട സാധനം ഈ പാട്ടുകാരുടെ പാട്ടിനനുസരിച്ചാണ് നമ്മൾ രംഗത്ത് നിൽക്കുന്നത്. നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരചലനങ്ങളെക്കാൾ കൂടുതൽ മുഖചലനങ്ങൾക്കാണ് കഥകളി വലിയ പ്രാധാന്യം, ഭയങ്കര പ്രാധാന്യം, വലിയ പ്രാധാന്യം. അന്നേരം അത് പരിശീലിക്കാൻ ഭയങ്കര
ബുദ്ധിമുട്ടാണ്. ആ, വലിയ നവരസങ്ങൾ ആ മൊത്തവും അത് 9 ആവും വരണം. ആ അത് ഈ നമ്മുടെ എല്ലാ കഥാപാത്രങ്ങളിലും ഈ ഭാവങ്ങൾ മാറി മാറി വരുമല്ലേ? വരുമല്ലോ. ഈ വേഷൻ്റെ പിന്നെ മുദ്രകളുടെ അനുസരിച്ചാണ് അതിൻ്റെ ഭാവങ്ങൾ വരുന്നത്. പിന്നെ പാട്ടിൻ്റെ സന്ദർഭോചിതമുണ്ട്. അത് മെയിനായിട്ട് ഭാവ അഭിനയമാണ്. അത് നവരസമാണ്. 9 രസം അടങ്ങിയിട്ടുള്ളതാണ്. ശൃംഗാരം അത് കഴിഞ്ഞു. ഇനി ഹാസ്യം. ഈ ഭാഗത്തോട്ട് പോകണം. ഈ കരുണം